പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ലെനീസ് ടെസ്റ്റ്. ഒരുപാട് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻറ്റും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ലെനീസ് ടെസ്റ്റ്. അതായത് സ്പോർട്സ് സ്പെസിഫിക് ഇവാലുവേഷൻ, അത് എക്സാമ്പിൾ ഷോൾഡർ ഉപയോഗിച്ച് സ്പോർട്സ് ചെയ്യുന്ന ബാഡ്മിൻ്റൺ, വോളിബോൾ, ബാസ്കറ്റ് ബോൾ, ക്രിക്കറ്റ് പ്ലേയേഴ്സ് എല്ലാവർക്കും ഒരു ക്ലിനിക്കൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് ലെനീസ് ടെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലെനീസ് ടെസ്റ്റ് എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയർ, ഒരു അത്ലറ്റ്, ഒരു ക്രിക്കറ്റ് ബോൾ, ഇഫ് ഈസ് എ ക്രിക്കറ്റ് ബോളർ, അവൻ നിന്നുകൊണ്ട് സ്റ്റേഷനറി ആയിട്ട് ഒരു ബോൾ എറിയണമെന്നുണ്ടെങ്കിൽ അവന് ഒരു എക്സ് സ്പീഡ് ജനറേറ്റ് ചെയ്യും, എന്നുണ്ടെങ്കിൽ എക്സ് ഫോഴ്സ് അവൻ ജനറേറ്റ് ചെയ്യും. സെയിം പ്ലെയർ ഒരു 10 യാർഡ്, ഒരു 20 യാർഡ് റണ്ണ് ചെയ്തൊരു ഡെലിവറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സ് ഒരു പക്ഷേ ഡബിൾ ആവും, 2x. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ക്രിക്കറ്റ് ബോളിംഗ് എന്ന് പറഞ്ഞാൽ ഷോൾഡർ ഉപയോഗിച്ചാവും അവർ ബോൾ എറിയുന്നത്. പക്ഷേ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരുപാടുണ്ട്. ആ പ്ലെയർ ഓടി വരുന്ന ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ കാഫ് മസിൽ റിക്രൂട്ട് ചെയ്യും. അതുപോലെ തന്നെ ഹാംസ്ട്രിങ്, ക്വാഡ്രിസെപ്സ്, വി ക്യാൻ കാൾ ലോവർ ബോഡി ടോട്ടൽ ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് അവിടെ സംഭവിക്കും. ഇവിടുന്ന് ഒരു എമൗണ്ട് ഓഫ് ഫോഴ്സ് ജനറേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ കോർ മസിൽസ്, ദിസ് വൺ ഈസ് കോർ, എക്സാമ്പിൾ ദിസ് വൺ ഈസ് കോർ മസിലിലേക്ക് എന്ത് ചെയ്യും, ഇത് ബൈപ്പാസ് ചെയ്യും. അവൻ്റെ ആ പ്ലെയറിൻ്റെ ഒരു കോർ മസിൽസ് ഒബ്വിയസ്ലി സ്ട്രെങ്ത് ആണെങ്കിൽ, കോർ മസിലിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. കോർ മസിൽ സ്ട്രെങ്ത് ആണെന്നുണ്ടെങ്കിൽ ഈ ബൈപ്പാസ് ലോവർ ബോഡിയിൽ നിന്ന് എത്രയാണോ ഫോഴ്സ് വന്നിട്ടുള്ളത് അതിനെ ടോട്ടലായിട്ട് അപ്പർ ബോഡിയിലേക്ക് ബൈപ്പാസ് ചെയ്യും. ഈവൻ ദോ കോർ മസിലും അവരുടേതായ ഒരുപാട് ഫോഴ്സുകൾ ജനറേറ്റ് ചെയ്തിട്ട് അവിടെ ലൈക്ക് ഇതൊരു ടോട്ടലി ഒരു റിവർ പോലെയാണ്. കോർ മസിൽസ് ഒരു ഫോഴ്സ് കൊടുക്കും, അതുപോലെ തന്നെ ലോവർ ലിംബ് കൊടുക്കും. ഈ ടോട്ടൽ ഫോഴ്സ് അപ്പർ ലിംബിലേക്ക് പോകും. ഈ കോർ പ്ലസ് ലോവർ ലിംബിൽ നിന്ന് വന്ന ഈ ഫോഴ്സ് എന്ത് ചെയ്യും, നമ്മൾ സ്കാപ്പുല 2 ബോൺ ഉണ്ട് നമ്മളെ ബാക്ക് സൈഡിൽ, ഈ സ്കാപ്പുല ത്രൂ എന്ത് ചെയ്യും, അപ്പർ ബോഡിയിലേക്ക് ഫണൽ ചെയ്യും. അതായത് ഷോൾഡർ ജോയിന്റിലേക്ക് ഫണലിങ് ചെയ്യും. ഈ ഫണലാണ് ഒരു സ്പീഡായിട്ട് ഒരു ഡെലിവറി നമ്മൾ ബോഡിങ് സ്പീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ ചാൻസ് അവരുടെ സ്കാപ്പുല സ്റ്റെബിലൈസേഴ്സ് അല്ലെങ്കിൽ സ്കാപ്പുല വീക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഫോഴ്സ് ഡെസിപ്പിറ്റേറ്റ് ചെയ്യും. മേ ബി റൊട്ടേഷൻ ആൻഡ് മേ ബി പ്രൊട്ടേഷൻ, റിട്രാക്ഷൻ, ഇൻഫീരിയർ, സുപ്പീരിയർ ഗ്ലൈഡ്, ഓൾ തിങ്സ് വിൽ ഹാപ്പൻ ആൻഡ് എന്ത് ചെയ്യും, അവിടെ ഫോഴ്സ് ഡെസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ന്യൂട്ടൻ്റെ ലോ വെച്ച് പറയുകയാണെങ്കിൽ എനർജി ക്യാൻ ബി നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എത്രയാണോ എമൗണ്ട് ഓഫ് എനർജി വന്നിട്ടുള്ളത്, ഒന്നെങ്കിൽ ആ എനർജി എന്ത് ചെയ്യും, ഈ ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ ആയിട്ട് ഡെസിപ്പിറ്റേറ്റ് ചെയ്ത് പോവാം. അല്ല എന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ എനർജി നമ്മുടെ ഷോൾഡർ ജോയിന്റിലേക്ക് ഫണൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ലെനീസ് ടെസ്റ്റിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഈ സ്കാപ്പുല പ്രോപ്പർ സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്രയാണോ ഫോഴ്സ് വന്നിട്ടുള്ളത് ആ ഫോഴ്സ് എല്ലാം എന്ത് ചെയ്യും, ഷോൾഡർ ജോയിന്റിലേക്ക് ഫണൽ ചെയ്യും. ആ ഫണലിംഗ് ഫോഴ്സ് ആയിരിക്കും ബാഡ്മിൻ്റൺ പ്ലേയേഴ്സ് സ്മാഷ് ചെയ്യുന്നത്, വോളിബോൾ പ്ലേയേഴ്സും ബാസ്കറ്റ് ബോൾ പ്ലേയേഴ്സും അതുപോലെ ക്രിക്കറ്റ് പ്ലേയേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നത്, ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ അത് ആ ലെനീസ് ടെസ്റ്റ് എങ്ങനെ ചെയ്തു, അതായത് സ്കാപ്പുല സ്റ്റാറ്റിക് സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്ന ഒരു ടെസ്റ്റാണ് ലെനീസ് ടെസ്റ്റ്. അപ്പോൾ ലെനീസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ വെർട്ടിബ്രനെ പാൽപ്പേറ്റ് ചെയ്യണം. നമുക്കിങ്ങനെ കുനിയുമ്പോൾ ഒരു പ്രൊമിനൻസ് ഉണ്ടാകുന്നത് C7 ആയിരിക്കും. ഓക്കെ, പിന്നെ പാൽപ്പേറ്റ് ചെയ്ത് വന്ന് T2ൻ്റെ അവിടെ ഒരു മാർക്ക് ചെയ്യാം, ഈ T2. ഓക്കെ, C7, T1, T2 അവിടെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു റൂട്ട് ഓഫ് സ്പൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്കാപ്പലിൻ്റെ ഈ മീഡിയൽ ബോർഡറിൽ ഒരു പ്രൊമിനൻസ് കാണാം, അതാണ് റൂട്ട് ഓഫ് സ്പൈൻ. ഈ റൂട്ട് ഓഫ് സ്പൈനിൻ്റെ അവിടെ ഒരു പെന്നുകൊണ്ടൊരു മാർക്ക് ചെയ്യാം, 2 സ്കാപ്പുലിൻ്റെ അവിടെയും പെന്നുകൊണ്ട് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ജസ്റ്റ് എബവ് ആയിട്ട് സുപ്പീരിയർ ആംഗിളും നമുക്ക് പാൽപേഷൻ ചെയ്യുമ്പോൾ ഒരു ജസ്റ്റ് എബവ് ആയിട്ടുള്ള ഒരു പ്രൊമിനൻസ് കിട്ടും, അതാണ് സുപ്പീരിയർ ആംഗിൾ ഓഫ് സ്കാപ്പുല. അവിടെയും എന്ത് ചെയ്യാം, ഒരു പെന്നുകൊണ്ട് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് സ്കാപ്പുലിൻ്റെ മീഡിയൽ ബോർഡറിലൂടെ ഇങ്ങനെ പാൽപേറ്റ് ചെയ്ത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫീരിയർ ആംഗിളും കിട്ടും, അവിടെയും ഒരു മാർക്ക് ചെയ്യാം. ഏകദേശം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിബ്ര എന്ന് പറഞ്ഞാൽ T8 ആയിരിക്കും, അവിടെയും ഒരു മാർക്ക് ചെയ്യാം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രൈറ്റ് ലൈൻ വെച്ചിട്ട് അവിടെയും മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ പോയിന്റും കറസ്പോണ്ടിങ് വെർട്ടിബ്രയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. എല്ലാവരും ഈ സുപ്പീരിയർ ആംഗിളും അതുപോലെ റൂട്ട് ഓഫ് സ്പൈനും ഇൻഫീരിയർ ആംഗിളും അതിൻ്റെ വെർട്ടിബ്രയും തമ്മിലുള്ള ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. സെയിം എന്ത് ചെയ്യുക, അപ്പുറത്തെ ലെഫ്റ്റിലെയും റൈറ്റിലെയും കമ്പയർ ചെയ്യാം.
അപ്പോൾ ഒരു പക്ഷേ ചില പ്ലേയേഴ്സ് എന്ത് ചെയ്യും, ഒരുപാട് ചില പ്ലേയേഴ്സ് അല്ല, ഇപ്പോൾ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആയാലും ഒരു പക്ഷേ മസിൽസൊക്കെ ബൾക്കിയായിരിക്കും. പക്ഷെ അവർക്ക് നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യുമ്പോൾ സ്കാപ്പുലൻ്റെ അസിമെട്രി നമുക്ക് കാണപ്പെടുന്നു. അതിന് മെയിനായിട്ടുള്ള റീസൺ പറഞ്ഞാൽ അവർ കൂടുതലായിട്ട് ഡെലിവറി ചെയ്യുന്നത് ഒരു പക്ഷേ എന്ത് ചെയ്യും, അവർ സ്കാപ്പുല സ്റ്റെബിൽ അവർ പ്രോമിനൻ്റ് ആയിട്ടുള്ള ബൈസെപ്സ് ആയാലും ഡെൽറ്റോയിഡ് ആയാലും ജിമ്മ് മാത്രം കാര്യങ്ങൾ മെയിനായിട്ട് ചെയ്യും. ഈ സ്കാപ്പുല സ്റ്റെബിലൈസേഴ്സ് അതായത് റോംബോയിഡ്സ് അതുപോലെ തന്നെ ലാറ്റിസ്മസ് എന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്യൂല, ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് ചെയ്യില്ല. അങ്ങനെ വർക്കൗട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സ്കാപ്പുലിന് ചെറിയ രീതിയിലുള്ള വിങ്ങിങ്, ഒരുപക്ഷെ പ്രൊട്രാക്ഷൻ, അങ്ങോട്ട് ചെറിയ രീതിയിലുള്ള ഷിഫ്റ്റിംഗ് ഉണ്ടാവും. ഈ ഷിഫ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഏകദേശം ഈ ലെനീസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ഷിഫ്റ്റിംഗ് ഉണ്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമുക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാം. ഇങ്ങനെ ഷിഫ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരുടെ ഒരു വിങ്ങിങ് സംഭവിക്കും. അപ്പോൾ നമ്മൾ ഡൈനാമിക്കലി മൂവ്മെൻറ്റ് വരുമ്പോൾ സ്കാപ്പുലൻ്റെ ഒരു പ്രൊട്രാക്ഷൻ മൂവ്മെൻറ്റ് അവിടെ സംഭവിക്കും. അങ്ങനെ മൂവ്മെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഒരുപാട് ഫോഴ്സുകൾ അവിടെ എന്ത് ചെയ്യും, ഡെസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ റിയാബിൽ എക്സാമ്പിൾ ഇപ്പോൾ ഡിസ്റ്റൻസ് ഒരു റൈറ്റിൽ 10 ലെഫ്റ്റിൽ 12, ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് അങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്, റൈറ്റ് അല്ലെങ്കിൽ 13, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 13 ആണെങ്കിൽ 3 സെൻറ്റിമീറ്ററോളം ഷിഫ്റ്റിംഗ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ സ്കാപ്പുല വിങ്ങിങ് ഉണ്ടാവും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഈ മസിൽസിന് ലെഫ്റ്റിൽ എന്ത് ചെയ്യണം, അവർക്ക് സ്കാപ്പുല സ്റ്റെബിലൈസേഷൻ എക്സസൈസ് ആയിട്ടുള്ള മെയിനായിട്ട് ഫോക്കസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് നമ്മൾ കൂടുതലായിട്ടുള്ള സ്റ്റാറ്റിക്സ് ടെസ്റ്റ്, അതായത് ക്രിക്കറ്റ് പ്ലേയേഴ്സിനൊക്കെ നമ്മൾ ബോളേഴ്സിനൊക്കെ ചെയ്യേണ്ട ഒരു സ്റ്റാറ്റിക് ടെസ്റ്റ്. നെക്സ്റ്റ് സെയിം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്കാപ്പുലാർ ലോഡ് ടെസ്റ്റും കൂടി ചെയ്ത് നോക്കും. സ്കാപ്പുലാർ ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 45 ഡിഗ്രിയിൽ പെൽവിസിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യും, 2 കൈകളും ഇങ്ങനെ വെക്കും. എന്നിട്ട് 2 സൈഡിലായിട്ടും ഫോഴ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ സ്കാപ്പുലൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. സ്കാപ്പുല മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡൈനാമിക്കലി സ്കാപ്പുലൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫയറിങ് അല്ലെങ്കിൽ ബൈപ്പാസും ഫോഴ്സ് അവിടെ നടക്കുന്നില്ല. ഒരിക്കലും സ്കാപ്പുല എന്ത് ചെയ്യാൻ പാടില്ല, മൂവ് ചെയ്യാൻ പാടില്ല. ഷോൾഡറിന് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോൾഡർ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ സ്കാപ്പുലൻ്റെ ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള, അതായത് സ്കാപ്പുല ഹ്യൂമർ റിതത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു അബ്നോർമൽ മൂവ്മെൻറ്റ്, അതായത് വിങ്ങിങ് ഓഫ് സ്കാപ്പുല ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഫോഴ്സ് ഡെസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യുക, സ്കാപ്പുല 45 ഡിഗ്രി ലോ ടെസ്റ്റിലൂടെ എന്ത് ചെയ്യും, നമുക്കത് മനസ്സിലാക്കാം. ഏകദേശം ലെനീസ് ടെസ്റ്റിൻ്റെ ഏകദേശം കണ്ടക്ട്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വിങ്ങിങ് ഓഫ് സ്കാപ്പുല അല്ലെങ്കിൽ അസിമെട്രി ഓഫ് സ്കാപ്പുല കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, റിഹാബിലിറ്റേഷൻ നമ്മൾ ഒന്നെങ്കിൽ ഈ ലാറ്റിസ്മസ് ഡോർസലിൻ്റെ വീക്ക്നെസ് ആണെന്നുണ്ടെങ്കിൽ ലാറ്റിസ്മസ് ഡോർസൽ എന്ത് ചെയ്യാം, സ്ട്രെങ്തൻ ചെയ്തെടുക്കണം. ഒരു പക്ഷേ റോംബോയിഡ്സിൻ്റെ വീക്ക്നെസ് ആവാം, അപ്പം എൻ്റെ റിയാബിലോ റോംബോയിഡ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നന്നായി സ്ട്രെങ്ത് ചെയ്തെടുക്കുക. എന്നിട്ട് അവരെന്ത് ചെയ്യുക, ആദ്യം ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്കാപ്പുല സ്റ്റെബിലൈസേഷൻ സ്ട്രെങ്തനിങ് ചെയ്യുക. എന്നിട്ട് കോ ആക്ടിവേഷൻ എക്സസൈസുകൾ കാര്യങ്ങൾ, അതായത് അതൊക്കെ നമുക്കൊരു പിന്നീട് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യാം. അതുപോലെ ലോവർ ലിംബ് സെയിം ടൈം സ്കാപ്പുല സ്റ്റെബിലൈസർ സെയിം ടൈം ഫോഴ്സ് ജനറേറ്റ് ചെയ്യുക. അതായത് പ്രോക്സിമൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് ഡൈനാമിക് മൊബിലിറ്റി ഡെലിവറി ചെയ്യുന്ന ടൈപ്പ് ഓഫ് എക്സസൈസ് എന്ത് ചെയ്യുക. ആദ്യം കോ ആക്ടിവേഷൻ, എന്നിട്ട് കോ ആക്ടിവേഷൻ, പിന്നീട് സ്പോർട്സ് സ്പെസിഫിക് ഫിറ്റ്നസ് ട്രെയിനിങ്. ഈ ഒരു 3 ടൈപ്പ് ഓഫ് ട്രെയിനിങ് എന്ത് ചെയ്യണം, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതൊരു ലെനീസ് ടെസ്റ്റ് സ്പോർട്സ് സ്പെസിഫിക് ഫിറ്റ്നസ് ഇവാലുവേഷനിൽ കേവലം ഒരു ടെസ്റ്റ് മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ടെസ്റ്റുകൾ, ക്രിക്കറ്റിൻ്റെ സ്പെസിഫിക് ടെസ്റ്റ്, ഫുട്ബോളിൻ്റെ സ്പെസിഫിക് ടെസ്റ്റ്, അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ സ്പെസിഫിക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, എന്തെങ്കിലും എഡ്യൂക്കേഷൻ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുന്നതാണ്. താങ്ക് യു ഓൾ.